everyone, welcome back to my channel. എൻ്റെ പേര് ഭാവന. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങളുടെ എൻ്റെ തമ്നെയിൽ ഇന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആയി കാണും. എന്താണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്? എന്തായാലും പാട്ടിനെ കുറിച്ച് എന്തോ ഒരു സംഭവമാണ് പറയാൻ പോകുന്നത് എന്നുള്ള കാര്യം അല്ലേ. സോ നമുക്ക് എല്ലാവർക്കും, നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും, ഏകദേശം ഒട്ടുമിക്ക ആൾക്കാർക്കും പലതരത്തിലുള്ള കഴിവുകൾ ഉണ്ടാവും അല്ലേ. ചിലവർക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ടാവും, ചിലർക്ക് ഡാൻസ് കളിക്കാൻ, ചിലവർക്ക് ചിത്രം വരയ്ക്കാൻ, അങ്ങനെ ഒത്തിരി കഴിവുകളുള്ള ആൾക്കാരുണ്ടാവും. ചിലവർ അതൊന്നും അറിയാതെ പോയ ആൾക്കാരുണ്ടാവും. അങ്ങനെ പലരും അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ടാവും അല്ലേ. സോ എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമാണ്, മോസ്റ്റ്ലി എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമാണ് നാലാളുടെ മുന്നിൽ നല്ല രീതിയിൽ പാട്ട് ഒക്കെ പാടി, അല്ലെങ്കിൽ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടെങ്കിലും ഒരു പാട്ട് പാടാൻ അറിയണമായിരുന്നു. ആ ഒരു കഴിവ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും അല്ലേ. ഈവൻ ഞാനും ചിലപ്പോഴൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്, ഇങ്ങനെ സ്റ്റാർ സിംഗറിലൊക്കെ ഓരോരുത്തർ പാടുന്നത് കേൾക്കുമ്പോഴും, അല്ലെങ്കിൽ ചിത്രാമ്മ പാടുന്നത് കേൾക്കുമ്പോഴോ, ശ്രേയ ഘോഷാൽ, ലതാ മങ്കേഷ്കർ ഇവരൊക്കെ പാടുന്നത് കേൾക്കുമ്പോൾ ഇതുപോലെ പാടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന കുറേ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലൊരു കഴിവുണ്ടാവും, പക്ഷെ അത് പലരും തിരിച്ചറിയാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടാവും. മേ ബി അതിനെക്കുറിച്ച് അധികം നോളേജ് ഇല്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന ഒരു കാര്യം അറിയാത്തത് കൊണ്ടോ പലരും അത് അറിയാതെ പോകുന്നു, അത് മൂടി വയ്ക്കപ്പെടുന്നു. അങ്ങനെയാണ് കൂടുതൽ ആൾക്കാരുടെ കേസിലും സംഭവിക്കുക. എൻ്റെ കേസിലും അങ്ങനെയായിരുന്നു. കുറച്ചധികം വർഷം മുന്നേ വരെ അങ്ങനെയായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരു കുറച്ച് സെറ്റ് ഓഫ് ആൾക്കാരുണ്ടാവും. ഒരു സെറ്റ് ഓഫ് ആൾക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല രീതിയിൽ കുടുംബപരമായിട്ട് ഹെറിഡിറ്ററി ആയിട്ട് പാടുന്ന ആൾക്കാർ തന്നെയായിരിക്കും. അവർ കുടുംബപരമായിട്ട് പാടുന്ന ആൾക്കാരായിരിക്കും. അച്ഛനും അമ്മയും, അല്ലെങ്കിൽ അവരെല്ലാവരും പാട്ട് അഭ്യസിച്ചവരായിരിക്കും. പാട്ട് പഠിച്ച ആൾക്കാരായിരിക്കും. ക്ലാസിക്കലി, കർണാട്ടിക്കലി, ഹിന്ദുസ്ഥാനി അങ്ങനെയൊക്കെ പഠിച്ച ആൾക്കാരായിരിക്കും. അപ്പോൾ അവർ കുഞ്ഞിലേ പാട്ടൊക്കെ പഠിച്ച് ഒത്തിരി വർഷങ്ങളായിട്ട് പാട്ട് പഠിക്കുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് പാട്ടിനെ കുറിച്ച് ഭയങ്കര നോളജ് ആയിരിക്കും. അവർക്ക് ഒരു പാട്ട് പാടുമ്പോൾ അതിൻ്റെ ശ്രുതി, താളം, ഈണം, നോട്ട്സ് എല്ലാം കറക്റ്റായിട്ട് അവർക്ക് പാടാൻ പറ്റും. അവർക്ക് ഒത്തിരി കോൺഫിഡൻ്റ് ആയിട്ട് പാടാൻ പറ്റും. പിന്നെ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇതൊന്നും പഠിക്കാതെ തന്നെ നാച്ചുറലി അവർക്ക് പാടാനുള്ള ഒരു കഴിവുള്ള ആൾക്കാർ. അത് ഭയങ്കര അടിപൊളിയാട്ടോ. നാച്ചുറലി അങ്ങനെ നല്ല രീതിയിൽ പാടാൻ പറ്റുന്ന ആൾക്കാർ. പിന്നെ ഒരു സെറ്റ് ഓഫ് ആൾക്കാരാണ്, ഈ ആൾക്കാരായിരിക്കും മെജോറിറ്റി നമ്മുടെ കൂട്ടത്തിലുണ്ടാവുക. നല്ല സൗണ്ട് ഉണ്ടാവും, സംസാരിക്കുന്നതിന് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ടാവും. പക്ഷേ അവർക്ക് അവർക്ക് ലാക്ക് ഓഫ് നോളജ് കാരണോ, അല്ലെങ്കിൽ ബേസ് ഇല്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ വലിയ ഐഡിയ കാണില്ല, ഇതെങ്ങനെയാണ് സംഭവം എന്ന് വലിയ ഐഡിയ കാണില്ല. അപ്പോൾ അവർ പാട്ട് പാടാൻ ശ്രമിക്കുമ്പോൾ ആ പാട്ട് നന്നായി വരില്ല. സോ അവരുടെ കോൺഫിഡൻസ് അങ്ങനെ അവിടെ പോകും. അവരാരുടെ മുന്നിലും വാ തുറക്കാൻ വേണ്ടി നിൽക്കില്ല. അങ്ങനെ കുറച്ച് പേരും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും അല്ലേ. അപ്പോൾ ഈ നമ്മുടെ കയ്യിൽ നല്ല സൗണ്ട് ഉണ്ടായാൽ മാത്രം പോരാ, അത് എങ്ങനെ നല്ല രീതിയിൽ യൂസ് ചെയ്യണം, ഏതൊക്കെ ടെക്നിക്കലി യൂസ് ചെയ്യണം, എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യവും നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോഴേ നമുക്ക് അതിനെക്കൊണ്ട് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈ ഞാൻ പറഞ്ഞ ലാസ്റ്റ് 2 കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. മേ ബി ലാസ്റ്റ് 2 കാറ്റഗറി വേണ്ട, നമുക്ക് ലാസ്റ്റത്തെ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുന്നേ ഞാൻ എൻ്റെ ജേർണി നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളിൽ പലരും ചിലപ്പോൾ കരുതിയിട്ടുണ്ടാവാം ഞാൻ ഒത്തിരി നാളായിട്ട് മ്യൂസിക് പ്രാക്ടീസ് ചെയ്ത ഒരാളാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. കാരണം എന്നോട് കുറേ പേര് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എത്ര വർഷമായി പാട്ട് പഠിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കലോത്സവത്തിനൊക്കെ ചേരാൻ നിൽക്കുന്ന സമയത്ത് എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് ടീച്ചേഴ്സ് ആയാലും അവരൊക്കെ എത്ര നാൾ പഠിച്ചു എന്നുള്ളത്. ഞാൻ എന്നെ പൊക്കി പറയുന്നില്ല കേട്ടോ, പക്ഷേ അങ്ങനെ ചോദിക്കാറുണ്ട്. അത് എൻ്റെ അടുത്ത് മാത്രമല്ല, അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ പാട്ട് പാടുന്ന ആൾക്കാരുടെ അടുത്ത് ഒക്കെ ചോദിക്കുന്നതാണ്. പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല. ഞാൻ കുഞ്ഞിലെ പാട്ട് അഭ്യസിച്ച ഒരാളല്ല. ഞാൻ ഒരു വർഷമായിട്ട് ഞാൻ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക് ഓൺലൈനായിട്ട് എൻ്റെ ഒരു ടീച്ചർ കാവ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീച്ചർ എന്നെ പഠിപ്പിച്ചതാണ്. അതിന് മുന്നേ വരെ ഞാൻ ഒരു തരത്തിലുള്ള ക്ലാസിക്കൽ മ്യൂസിക് ഒന്നും പഠിച്ചിട്ടില്ല. ഈ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക് ഞാൻ പഠിക്കാൻ തുടങ്ങിയത് തന്നെ ഈ അടുത്താണ്. അത് പകുതിക്ക് വെച്ച് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ഒരു വർഷം മാത്രമേ ഞാൻ മ്യൂസിക് പഠിച്ചിട്ടുള്ളൂ. അത് ഈ അടുത്താണ് പഠിച്ചത്. അതിന് മുന്നേ ഒന്നും ഞാൻ ക്ലാസിക്കൽ മ്യൂസിക്കൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ പാടുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത് എപ്പോഴാണ് ഞാൻ പാട്ട് പാടുമെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയത് എന്ന് വെച്ചാൽ, ഞാൻ കുഞ്ഞിലൊക്കെ പാട്ട് പാടുമായിരുന്നു. ഞാൻ കുഞ്ഞുണ്ടാകുമ്പോൾ ഞാൻ പാട്ട് പാടുന്നത്, അതിൻ്റെ വീഡിയോ ഒക്കെ ഇവിടെ ഉണ്ട്, ഞാനിവിടെ കാണിച്ചു തരാം.
പക്ഷെ എന്നാലും എൻ്റെ പാട്ട് ക്ലാസ്സിന് ഞാൻ ചേർന്നിട്ടില്ല. കുറച്ച് നാൾ പോയായിരുന്നു, പക്ഷെ എന്ത് കാരണം കുറച്ച് റീസൺസ് കാരണം എനിക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ ഒരു 8ാം ക്ലാസ് വരെ ഞാൻ പാട്ട് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് ഞാൻ പോയില്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു എനിക്ക് പാട്ട് പാടാൻ പറ്റുമെന്ന്, ഞാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്കറിയില്ല ഞാൻ പാട്ട് പാടുമോ ഇല്ലയോ, ഞാൻ ശ്രമിച്ചില്ല, ഒരിക്കലും ഞാൻ ശ്രമിച്ചില്ല. പിന്നെ ഞാൻ ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറി. പിന്നെ എനിക്ക് ഈ കലോത്സവം സംഭവങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ വെറുതെ, എന്നോട് കുറച്ച് പേര് പറഞ്ഞു നീ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ കുറച്ച് പാട്ടൊക്കെ ട്രൈ ചെയ്തു പാടാൻ വേണ്ടിയിട്ട്. വലിയ നല്ല അടിപൊളിയായിട്ടൊന്നും ഞാൻ അന്നേരം പാടുന്നുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഞാൻ തിരുവാതിരക്ക് സെലക്ഷന് പോയ സമയത്ത് സാർ എന്നെ കൊണ്ട് കുറച്ച് പാട്ട് സാർ പറഞ്ഞെന്ന രീതിയിൽ എന്നെ കൊണ്ട് പാടിപ്പിച്ചു. അപ്പം ഞാൻ പാടി. അന്നേരമാണ് എനിക്ക് മനസ്സിലാവുന്നത് ഓക്കെ എനിക്ക് പാട്ട് പാടാൻ കഴിവുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം ഞാൻ അന്ന് തൊട്ട് ഓരോ പാട്ടുകൾ ഞാൻ കേൾക്കാൻ തുടങ്ങി, കേട്ട് പഠിക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് നാൾ പിന്നെ അങ്ങനെ ഞാൻ പാട്ടുകളൊക്കെ കേട്ട് തുടങ്ങി. ഞാൻ തന്നെ സ്വയം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി, കുറേയൊക്കെ കേട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ സ്കൂളിൽ ഓരോ കലോത്സവം വരുമ്പോഴും ഇതിനൊക്കെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എനിക്ക് മനസ്സിലായി ഓക്കെ ശരി, അപ്പോൾ പാട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങിയാൽ എനിക്ക് ആക്ച്വലി കഴിവുണ്ട്. ഞാനത് ശ്രമിക്കാനിട്ടായിരുന്നു, ഞാൻ അറിയാതെ പോയതുകൊണ്ടായിരുന്നു. എനിക്ക് കുറേ നാൾ എനിക്ക് അലർജി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ജലദോഷം അങ്ങനെ കുറേ അലർജി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എപ്പോഴും തൊണ്ടവേദന വരും ഫ്രീക്വൻ്റ് ആയിട്ട്. അപ്പോൾ എനിക്ക് പാടാനുള്ള ഒരു ഇതുണ്ടെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞ പോലെ ഞാൻ പാട്ട് പാടാൻ ശ്രമിച്ചത്. പിന്നെ ഞാൻ മെല്ലെ ഞാൻ വെറുതെ യൂട്യൂബൊക്കെ നോക്കി, പാട്ട് ക്ലാസ്സൊക്കെ നോക്കി. പിന്നെ ഞാൻ കുറേ നാൾ ഒരു ആപ്പ് വഴി ഞാൻ പാട്ട് പഠിച്ചു കുറച്ച് നാൾ. പിന്നെയാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ടീച്ചറെ പരിചയപ്പെട്ട് ടീച്ചറുടെ അടുക്കുന്ന ഞാൻ ക്ലാസ് എടുത്ത് ആ പാട്ട് പഠിക്കാൻ തുടങ്ങിയ പിന്നെ ഉണ്ടല്ലോ, ശരിക്കും ഞാൻ പറയാണ്, ഞാൻ മുന്നേ പാടിയതിൽ വെച്ചിട്ട് എത്രയോ ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ തുടങ്ങി. ഞാൻ ആദ്യം പാടിയത് വെച്ച് നോക്കിയതും പിന്നെ ഞാൻ ഓരോ പാട്ടുകൾ കേട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഉള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റും, പിന്നെ ഞാൻ ബേസിക് ആയിട്ടുള്ള മ്യൂസിക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ഉള്ള ഇമ്പ്രൂവ്മെൻറ്റും ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. സോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഏതൊരു പാട്ട് പാടണമെങ്കിലും നമ്മൾ നമുക്കതിൻ്റെ ഒരു ബേസ് വേണം. ഇപ്പോൾ ഒരു മാത്സ് ക്ലാസ്സിന് ഇരിക്കുന്നതാണെങ്കിലും നമുക്കൊരു മാത്സ് അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട്സ് ക്ലാസ് ഇരിക്കുന്നതാണെങ്കിലും നമ്മൾക്ക് ആദ്യം തന്നെ അക്കൗണ്ട്സിൻ്റെ ബാലൻസ് ഷീറ്റും കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാൻ പറ്റത്തില്ലല്ലോ, മാത്സിലെ പ്രോബ്ലംസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ആദ്യം ബേസ് അറിയണ്ടേ. അതുപോലെ തന്നെയാണ് പാട്ടിൻ്റെ ബേസ് അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് ശ്രുതി, എന്താണ് താളം, എന്താണ് ഈണം എന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഞാൻ അതൊക്കെ അറിഞ്ഞേ പിന്നെ എനിക്ക് കുറച്ചുകൂടെ ആ ഒരു രീതിയിൽ ഞാൻ പാട്ട് അഭ്യസിച്ച് തുടങ്ങി. ഇപ്പോൾ ഞാൻ ഒത്തിരി നാളൊന്നും പഠിച്ചില്ല, ഞാൻ ഒരു വർഷമേ പഠിച്ചുള്ളൂ. പക്ഷേ കുറച്ചൊരു ബേസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി, ശ്രുതി എന്താണ്, താളം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതിനുശേഷം ഞാനിപ്പോൾ ക്രൈസ്റ്റിലെത്തിയപ്പോൾ എൻ്റെ മുന്നേ ഉള്ള ബ്ലോഗ് കണ്ടാൽ മനസ്സിലാവും, ഞങ്ങൾക്കൊരു മ്യൂസിക് ബാൻഡ് ഉണ്ടായിരുന്നു. ആ മ്യൂസിക് ബാൻഡിലുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഏകദേശം എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒരു വർഷം മാത്രമേ പാട്ട് പഠിച്ചിട്ടുള്ളൂ. ഒട്ടും പാട്ട് പഠിക്കാത്ത ആൾക്കാരുണ്ട്, പക്ഷെ ഇതുപോലെ നല്ല ശബ്ദമുണ്ട്, പക്ഷെ എങ്ങനെയാണ് പാട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. അവർ ഞങ്ങൾ പഠിപ്പിക്കും. എന്നെക്കാളും നന്നായി പാട്ട് പാടുന്ന ആൾക്കാരുണ്ട്, ലൈക്ക് ഒരുപാട് വർഷം പാട്ട് പഠിച്ച ആൾക്കാരുണ്ട്, അവരെന്നെ പഠിപ്പിക്കും. അങ്ങനെയാണ് നമ്മളെല്ലാവരും പാട്ട് പഠിക്കുന്നത്. സോ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഒരുപാട് വർഷം 10, 12, 13 വർഷം പാട്ട് പഠിച്ച ആൾക്കാരുണ്ട്, എന്നെപ്പോലെ കുറച്ച് നാൾ മാത്രം പാട്ട് പഠിച്ച ആൾക്കാരുണ്ട്, ഒട്ടും പാട്ട് പഠിക്കാത്ത ആൾക്കാരുണ്ട്. സോ നമ്മൾക്ക് ആർക്കും പാട്ട് പാടാൻ അറിയാത്തൊരു ഇഷ്യൂ അല്ല ശരിക്കും പ്രശ്നം. നമ്മൾ ആരും ശ്രമിക്കാത്തതുകൊണ്ടാണ്, നമ്മൾ ആരും പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ്, അതിൻ്റെ കറക്റ്റ് രീതിയിൽ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മളിൽ പലർക്കും പാട്ട് പാടാൻ ഹിഡൻ ടാലൻറ്റ് ഉണ്ടായിട്ട് പോലും നമ്മൾക്കത് പുറത്ത് കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ ബേസിക്കലി ഞാൻ ഇത്രയും കഥ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്പ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് പോവാണ്. ആ ആപ്പും കുറച്ച് യൂട്യൂബ് ചാനൽസും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നിങ്ങൾക്ക് ആ യൂട്യൂബ് ചാനൽസ് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഈ ആപ്പ് വഴിയോ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മ്യൂസിക് പഠിക്കാം. ഇപ്പം നിങ്ങൾക്ക് പാട്ട് പഠിക്കാൻ വേണ്ടി പൈസ സ്പെൻഡ് ചെയ്യണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാസ്സിന് പോകാൻ നേരം ഇല്ലെങ്കിലോ, ഒരു കുറച്ച് നേരം മാത്രമേ നിങ്ങൾക്ക് പാട്ട് പഠിക്കാൻ സ്പെൻഡ് ചെയ്യാൻ ടൈം ഉള്ളെങ്കിലോ, അല്ലെങ്കിൽ അടുത്ത് ഇങ്ങനെ സ്കൂളോ മ്യൂസിക് ക്ലാസ്സസോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിലോ, ഈ ഒരു ആപ്പോ അല്ലെങ്കിൽ ഈ കുറച്ച് യൂട്യൂബ് ചാനൽസോ ഒക്കെ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് വരും. അപ്പോൾ ഈ ആപ്പിൻ്റെ പേരാണ് റിയാസ്. ഈ റിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് എന്ന് പറഞ്ഞാൽ ടോട്ടലി
ഫ്രീ ആണ്. പക്ഷേ ടോട്ടലി ഫ്രീ ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു 8 to 10 മിനിറ്റ്സ് വരെ നിങ്ങൾക്ക് ഈ ആപ്പിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അൺലിമിറ്റഡ് പ്രാക്ടീസ് വേണമെങ്കിൽ ഇതിന് സബ്സ്ക്രിപ്ഷൻ കൊടുക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നിങ്ങൾക്ക് കുറച്ച് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി. ആ കുറച്ച് സമയം നിങ്ങൾ ഇരുന്ന് മനസ്സമാധാനത്തോടെ നിങ്ങൾ കുറച്ച് നേരം മ്യൂസിക്കിന് വേണ്ടി സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താം. അപ്പോൾ ഈ മ്യൂസിക് ആപ്പിൽ നിങ്ങൾക്ക് വെരി ഫസ്റ്റ് നിങ്ങൾക്ക് എന്താണ് പാട്ട്, എന്താണ് നിങ്ങളുടെ വോയിസ്, നിങ്ങളുടെ പിച്ച് എന്താണ്, നിങ്ങളുടെ റേഞ്ച് എന്താണ്, വോക്കൽ കോഡ്സ് എന്താണ്, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒക്ടേവ് ഏതാണ്, നിങ്ങളുടെ ബ്രെത്ത് സ്കെയിൽ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഫ്രം ദ വെരി 7 സ്വരങ്ങൾ മുതൽ, സപ്തസ്വരങ്ങൾ മുതൽ, ലൈക്ക് സരി ഗമ പ ധ നി സ മുതൽ ആ ഒരു ഇത് മുതൽ നിങ്ങൾക്ക് അലങ്കാർസ് അതിൽ കിട്ടും. അത് മുതൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാഗങ്ങൾ വരെ നിങ്ങൾക്ക് ഇതിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ഒരു 8 to 10 മിനിറ്റ് മാത്രമെങ്കിലും ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു കാശും സ്പെൻഡ് ചെയ്യേണ്ട. നിങ്ങളുടെ കയ്യിൽ മൊബൈലും ഒരു ഹെഡ്സെറ്റും മാത്രം മതി, നിങ്ങൾക്ക് പാട്ട് അഭ്യസിക്കാം. ഇനി നിങ്ങൾക്ക് ഈ ആപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാവാതിരിക്കാൻ വഴിയില്ല. കാരണം അതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ സഹിതം എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ആപ്പ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനിവിടെ കുറച്ച് യൂട്യൂബിൻ്റെ പേജസ് ഞാൻ സജസ്റ്റ് ചെയ്തുതരാം. ഇതാകുമ്പോൾ അവർ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പാട്ടിൻ്റെ സംഗീതത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തരും. പിന്നെ ഈ ആപ്പിൽ നിങ്ങൾക്ക് ഹിന്ദുസ്ഥാനി, കർണാട്ടിക്, വെസ്റ്റേൺ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പരിശീലിക്കാം കേട്ടോ. ഞാനിതിൽ ഹിന്ദുസ്ഥാനിയാണ് കുറച്ച് നാൾ നോക്കിയത്. പിന്നെ എൻ്റെ ടീച്ചർ എന്നെ ഹിന്ദുസ്ഥാനിയാണ് പഠിപ്പിച്ചത്. അപ്പോൾ ഞാൻ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കിലാണ് കുറച്ച് നാളെങ്കിലും ട്രെയിൻഡ് ആയിട്ടുള്ളത്. സോ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിൽ പോയിട്ട് ഡെഫിനറ്റ്ലി സെർച്ച് ചെയ്ത് നോക്കാം. അവർ വളരെ ക്ലിയർ ആയിട്ട് വളരെ ഈസി ആയിട്ടാണ് ഓരോ ക്ലാസ്സസും നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി നിങ്ങൾക്ക് ഈ ക്ലാസ്സൊക്കെ എഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും നമ്മൾക്കൊരു ഗുരുവിൻ്റെ അടുത്ത് പോയി നേരിട്ട് പോയി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്ന അത്ര ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഇതിൽ കിട്ടില്ല. കാരണം അവർ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് തരുന്നില്ലല്ലോ. നിങ്ങൾ നിങ്ങൾ തെറ്റാണോ പാടുന്നത്, ശരിയാണോ പാടുന്നത് എന്നുള്ളത് നിങ്ങൾ യൂട്യൂബ് നോക്കി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷേ ആപ്പിൽ മനസ്സിലാവും കേട്ടോ. ആപ്പിൽ നിങ്ങൾ ശ്രുതി മാറിയിട്ടാണ് പാടുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഒന്നും കൂടെ റിവൈൻഡ് ചെയ്യും. നിങ്ങൾ ഒന്നും കൂടെ പാടിപ്പിച്ചിട്ട് അത് അടുത്ത ലെസണിലോട്ട് അത് പോവുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട് അതിന്. പക്ഷെ എന്നിരുന്നാലും നമ്മൾക്കൊരു ഗുരുവിൻ്റെ അടുത്ത് പോയി പ്രാക്ടീസ് ചെയ്ത് അവരെടുക്കുന്ന കിട്ടുന്ന ആ ഒരു ഫീഡ്ബാക്ക് നമുക്കൊരിക്കലും ഓൺലൈൻ ക്ലാസ്സസിൽ കിട്ടില്ല. പക്ഷെ അതൊന്നുകൊണ്ടും നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പ്രൊഫഷണലി ഭയങ്കര വലിയ സിംഗർ ആവണ്ട. നിങ്ങൾക്ക് പാടുമ്പോൾ സ്വയം ഒക്കെ കേൾക്കാൻ സുഖമുണ്ട്, നമ്മൾക്ക് ഒരു സ്റ്റേജിൽ പോയി പാടാൻ പറ്റും, എനിക്ക് പാടാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ, അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾക്ക് മതിയെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ധാരാളമാണ്. ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നില്ല. സോ നിങ്ങൾക്കൊരു ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് കിട്ടിയാൽ തന്നെ ബാക്കി നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് പാടുമ്പോൾ പേഴ്സണലി ഞാൻ പാട്ട് പഠിക്കുന്നതിന് മുന്നേയും ഞാൻ എങ്ങനെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ആൾക്കാർ ചോദിക്കുന്നില്ലേ പാട്ട് പഠിച്ചോന്ന്, അങ്ങനെ ചോദിക്കത്തക്ക രീതിയിൽ ഞാൻ പാടാൻ ഉപയോഗിച്ച ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ പാർട്ട് 2 ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. സോ ആ വീഡിയോ നിങ്ങൾ ഡെഫിനറ്റ്ലി കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല രീതിയിൽ പ്രൊഫഷണലി എന്നല്ലെങ്കിലും നല്ലൊരു രീതിയിൽ നിങ്ങൾക്ക് ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് പാട്ട് പാടാൻ വേണ്ടിയിട്ട് പറ്റും. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇച്ചിരി ലെങ്തി ആയെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ചെയ്തത്. സോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ബോറടിച്ചില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ നോക്കാം. കുറച്ചുകൂടെ ടിപ്സൊക്കെ പറഞ്ഞെന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ പാട്ട് പാടാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി തന്നിട്ടേ ഞാൻ വിടുള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നത് വരെ എല്ലാവർക്കും
stay safe. Yeah, so till then, bye bye.